Now we are going to have a message from our graduating student. His name is Brother Jerem John Singh. He is going to give the graduates message, and I request for translation. Brother A.B. Babu will come forward. Let us welcome both servants of God. Hallelujah. Hallelujah. Let the name of the Lord be glorified in this auspicious occasion. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം ഈ മനോഹര വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. I give all glory and honor to my living God who has sustained me thus far. എന്നെ ഇത്രത്തോളം നിലനിർത്തിയ സർവശക്തനായ ദൈവത്തിന് എന്റെ സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. Respected chairperson Reverend Dr. Johnson Daniel, the founder and president of New Life Seminary. ഈ ബിരുദദാന ചടങ്ങിന്റെ അധ്യക്ഷനും ഈ സെമിനാരിയുടെ സ്ഥാപകനും പ്രസിഡന്റുമായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ജോൺസൺ ഡാനിയൽ, Lissy Andy, the co-founder, സഹസ്ഥാപക ലിസി ആൻഡി, Reverend Dr. Isaac Cherry and the chief guest, ഇന്നത്തെ മുഖ്യ അതിഥി റവറൻഡ് ഡോക്ടർ ഐസക് ചെറിയാൻ, Mr. Sam C. Daniel, the administrator, ഈ സ്ഥാപനത്തിന്റെ ഭരണസാരഥ്യം വഹിക്കുന്ന മിസ്റ്റർ സാംസി ഡാനിയൽ, Reverend Dr. Rajivan M. Thomas, the principal, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന റവറൻഡ് ഡോക്ടർ രാജീവൻ എം തോമസ്, faculty members, staff, student friends, parents, and everyone gathered over here. Greetings to you all in the precious name of Lord and Savior Jesus Christ. എല്ലാ അധ്യാപകർ, അനധ്യാപകർ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. There was a person grew in miserable condition with rejection from his family due to awful behavior. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ നികൃഷ്ടമായ സ്വഭാവ മുഖാന്തരം ഭവനത്തിൽ നിന്നും അവഗണിക്കപ്പെട്ടും തള്ളപ്പെട്ടവനുമായി ദുരിതപൂർണമായ ജീവിതം നയിക്കുകയായിരുന്നു. He went to Chennai Central Prison as a criminal. ചെന്നൈ സെൻട്രൽ ജയിലിൽ താൻ ഒരു കുറ്റവാളിയായി അടയ്ക്കപ്പെട്ടു. There he underwent a transformation from a rogue to saint by the love of Christ. എന്നാൽ താൻ അവിടെ ആയിരിക്കുമ്പോൾ തന്റെ ദിവ്യ സ്വഭാവത്തിൽ നിന്നും തന്റെ ദുഷ്ട സ്വഭാവത്തിൽ നിന്നും ദിവ്യ സ്വഭാവത്തിലേക്ക് മാറുവാൻ തക്കവണ്ണം തന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിച്ചു. Christ's compassion moved him whenever he saw the rejected and neglected people in the streets. തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടും തള്ളപ്പെട്ടതുമായ ജനങ്ങളെ കാണുമ്പോൾ തന്റെ മനസ്സിലൂടെ ക്രിസ്തുയേശുവിന്റെ മനസ്സലിവ് ചലിക്കുമായിരുന്നു. He started an organization called New York Mission in India. തൽഫലമായി ന്യൂയോർക്ക് മിഷൻ ഇന്ത്യ എന്ന സംഘടനയ്ക്ക് താൻ രൂപം നൽകി. He has rescued more than 10,000 destitutes and beggars in the streets of Bengaluru past 20 years. കഴിഞ്ഞ 20 വർഷമായി ബംഗളൂരു പട്ടണത്തിന്റെ തെരുവോരങ്ങളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടും തള്ളപ്പെട്ടതുമായ അനാഥരെ അവർ താൻ രക്ഷിക്കുമായിരുന്നു. He is providing food for about 700 people per day, 3 meals. ദിവസം 3 നേരവും 700-ൽ പരം ജനങ്ങൾക്ക് അദ്ദേഹം ഭക്ഷണം നൽകി വരുന്നു. He is none other than Otto Raja, the savior of destitute. അത് മറ്റാരുമല്ല, അനാഥരുടെ രക്ഷകൻ എന്നറിയപ്പെടുന്ന ഓട്ടോ രാജയത്രേ. By holding these thoughts, let us turn our attention towards the scripture portion, the gospel according to Matthew chapter 9 verse 36. ഈ ചിന്തകളെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അല്പസമയത്ത് ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നു. Let me read for you. But when he saw the multitudes, he was moved with compassion for them, because they were weary and scattered like sheep having no shepherd. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. Compassion of Jesus is a regular theme in Matthew. യേശുവിന്റെ മനസ്സലിവ് എന്നത് മത്തായി സുവിശേഷത്തിലെ വ്യക്തമായ ഒരു ചിന്താ വിഷയമാണ്. It is the moral quality of relationship and action. അത് പ്രവൃത്തിയിലെയും ബന്ധങ്ങളിലെയും ധാർമ്മിക ഗുണമാണ്. In Old Testament, it is considered as a covenant term which binds people together for dutiful love and loyalty in relationship. വിശ്വസ്തയാർന്ന ബന്ധത്തിലും ധർമ്മപരമായ സ്നേഹത്തിലും ജനങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉടമ്പടിയായിട്ടാണ് ഈ വിഷയത്തെ പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നത്. The red verse is related to Christ's attitude in dealing with the people. ജനങ്ങളോടുള്ള സമീപനത്തിൽ ക്രിസ്തുവിന്റെ മനോഭാവം എപ്രകാരമാണെന്ന് വായിച്ചതായ വേദഭാഗത്തിൽ വ്യക്തമാക്കുന്നു. Matthew portrays him as one among the ordinary people and spends time amid them. സാധാരണക്കാരോടൊപ്പം ചെലവഴിക്കുന്ന സാധാരണക്കാരിൽ ഒരുവനായിട്ടാണ് യേശുവിനെ മത്തായി ഇവിടെ ചിത്രീകരിക്കുന്നത്. He did miracles because of the love, concern and compassion towards the people, not to show off himself. യേശുവിന്റെ അത്ഭുതങ്ങളൊക്കെയും തന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ജനങ്ങളോട് തനിക്കുള്ള അനുകമ്പയും സ്നേഹവും മനസ്സലിവും കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. Here the factor which causes Jesus deep compassion is not merely the sickness, rather the spiritual need of the people. ഇവിടെ യേശുവിന് ജനങ്ങളോട് മനസ്സലിയുന്നതിന്റെ കാരണം അവരുടെ രോഗത്തെ കണ്ടുകൊണ്ടായിരുന്നില്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ വിപുലമായ ആത്മീക ആവശ്യത്തെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. Their lives filled with futile experience and their existence seems to be aimless. അവരുടെ ജീവിതം നിഷ്ഫലമായ അനുഭവങ്ങളും ലക്ഷ്യശൂന്യമായ ജീവിതവും നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. It melts the mind of Christ which leads him to act. ഈ കാരണങ്ങളൊക്കെയും അവർ യേശുവിന്റെ മനസ്സലിയുന്നതിന് കാരണമായി തീർന്നു. Based on the scripture portion, I would like to entitle my sermon as ഈ വായിച്ച വേദഭാഗത്തെ അടിസ്ഥാനമാക്കി എന്റെ സന്ദേശത്തിന് ഞാൻ ഇപ്രകാരം ശീർഷകം നൽകുന്നു: Christ
the compassionate shepherd for the people. ക്രിസ്തു ജനങ്ങളുടെ മനസ്സലിവുള്ള ഇടയൻ. Christ the compassionate shepherd for the people. ക്രിസ്തു ജനങ്ങളുടെ മനസ്സലിവുള്ള ഇടയൻ. Moving is the driving force for all compassionate relationship. അനുകമ്പയാർന്ന ബന്ധത്തിലെ പ്രേരണ ശക്തി എന്നത് ചലനമാണ്. In red verse, for moving with compassion, the strong Greek verb splanginisoma is used. വായിച്ചതായ വേദഭാഗത്തിൽ മനസ്സലിവോടെ മുന്നേറുക എന്നുള്ളതിന്റെ യവനായ പദം സ്പ്ലാങ്കിനിസോമ എന്ന പദമാണ്. For which no English term does justice. എന്നാൽ ഇതിനോട് നീതി പുലർക്കത്തക്ക യാതൊരു ഇംഗ്ലീഷ് പദങ്ങളുമില്ല. The words like tender, mercy, affection, pity and empathy are used to describe this emotion. എന്നാൽ ഈ വികാരത്തെ വിവരിക്കുവാൻ വേണ്ടി സ്നേഹം, ദയ, അനുകമ്പ, മനസ്സലിവ് എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. It means to be moved inwardly and it incorporates several powerful internal emotional feelings. ആന്തരികമായ ചില വികാര അനുഭവങ്ങൾ ഉള്ളിലൂടെ ചലിക്കുകയും സംയോജിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. But it carries with it the idea of being touched in the deepest place of a person's being. മാത്രമല്ല ഒരു വ്യക്തിത്വത്തിന്റെ ആഴത്തിലേക്കുള്ള സ്പർശനം എന്ന അർത്ഥത്തെയും ഇത് വഹിക്കുന്നു. Splagna is a noun form of the verb which means to feel in the guts or bowels like burning of the stomach. സ്പ്ലാങ്കന എന്നത് നാമരൂപമാണ്. ഇതിന്റെ അർത്ഥം ഉദരം എരിയുന്നത് പോലെ ഉദരത്തിൽ അല്ലെങ്കിൽ ഉദരകോശങ്ങളിൽ ഉളവാകുന്ന ഒരു അനുഭവമാണ്. Here Matthew uses the imagery of shepherd and sheep which vividly and powerfully portray the condition of Israel during the ministry of Jesus. ഇവിടെ ആട്, ഇടയൻ എന്നുള്ളതായ ആലങ്കാരിക പദങ്ങളിലൂടെ യേശുവിന്റെ ശുശ്രൂഷ കാലയളവിലെ യഹൂദ ജനങ്ങളുടെ അവസ്ഥയാണ് മത്തായി ഇവിടെ വ്യക്തമാക്കുന്നത്. Phrase like sheep without shepherd is not merely there is no shepherd, rather responsible shepherd. ഇടയനില്ലാത്ത ആടുകൾ എന്ന പദത്തിലൂടെ അക്ഷരാർത്ഥത്തിൽ ഇടയനില്ലാത്ത ഒരു അവസ്ഥയല്ല അവിടെ കാണിക്കുന്നത്, മറിച്ച് ധർമ്മബോധമുള്ള ഒരു ഇടയനെ പറ്റിയാണ് അത് പ്രതിപാദിക്കുന്നത്. Sheep are defenseless animal and they are vulnerable to any attack without shepherd. ഇടയന്റെ അസാന്നിധ്യത്തിൽ ആക്രമണത്തെ ചെറുത്തു നിൽക്കുവാൻ കരുത്തില്ലാത്ത ഒരു മൃഗമാണ് ആട്. In John chapter 10, Christ affirmed that I am the good shepherd and good shepherd gives his life for sheep. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. Here I would like to bring the compassionate shepherd attitude of Jesus Christ in 2 points. ഇവിടെ യേശുവിന്റെ മനസ്സലിവുള്ള ഇടയ മനോഭാവത്തെ രണ്ട് ചിന്തകളായി തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The first attitude is ഒന്നാമത്തെ മനോഭാവം എന്നത് Christ heals the harassed. ക്രിസ്തു പീഡിതരെ സൗഖ്യമാക്കുന്നു. Christ heals the harassed. ക്രിസ്തു പീഡിതരെ സൗഖ്യമാക്കുന്നു. In verse 36 it is given that Jesus saw the people, they were harassed. 36-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും, യേശു ജനങ്ങളെ കുഴഞ്ഞവരായി കണ്ടു. The Greek term used for harassed is skulo. കുഴഞ്ഞവർ എന്നതിന്റെ യവനായ പദം സ്കുള്ളോ എന്ന പദമാണ് It gives ഉപയോഗിച്ചിരിക്കുന്നത്. the idea that they were exhausted or distressed. ഇത് അർത്ഥമാക്കുന്നത് ക്ഷീണിതൻ, പീഡിതൻ എന്നിങ്ങനെയാണ്. The people were like sheep, they were ripped and skinned alive. ഇവിടെ ജനങ്ങൾ ആടുകളെ പോലെ രോമം കത്തിരിക്കപ്പെട്ട ജീവനോടെ വലിച്ചു കീറപ്പെട്ട അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. It describes about a person who was constantly scared, beaten and battered from constant struggle of constant abuse and constant insult. ദൈനംദിനമായ ദുർവിനിയോഗത്താൽ പ്രതികൂലങ്ങളാൽ വ്രണപ്പെട്ട, തകർക്കപ്പെട്ട, അടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത് വിശദീകരിക്കുന്നത്. From the view of Hosea and Paul, compassion is a therapeutic one which heals the weak people who were wounded by cruelty. ഹോശയുടെയും പൗലോസിന്റെയും കാഴ്ചപ്പാടിൽ മനസ്സലിവ് എന്നത് ക്രൂരതയാൽ മുറിവേൽക്കപ്പെട്ട ബലഹീനരായ മാനവകുലത്തെ സൗഖ്യമാക്കുന്ന ചികിത്സാ രീതിയായിട്ടാണ്. They are similar to patience and compassion is a nursing behavior which reduce their pain. അവർ രോഗികൾക്ക് തുല്യരും മനസ്സലിവ് എന്നത് അവരുടെ വേദനയെ കുറയ്ക്കുന്ന, വേദനയുടെ കഠിനതയെ കുറയ്ക്കുന്ന പരിചരണ സ്വഭാവവുമായിട്ടാണ്. Jesus healing a woman who had a flow of blood for 12 years is not only a physical healing. 12 സംവത്സരക്കാരൻ രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയെ യേശു സൗഖ്യമാക്കുമ്പോൾ അത് കേവലം ഒരു ശാരീരിക സൗഖ്യം മാത്രമായിരുന്നില്ല. But also he heals the mental state of women by displaying her as an ordinary woman and removes the strain in the society. മറിച്ച് സമൂഹത്തിൽ അവിടെ നിന്നയെ കഴുകി ഒരു സാധാരണക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ട് അവളുടെ മാനസിക സ്ഥിതിയെയും കൂടിയാണ് യേശു സൗഖ്യമാക്കുന്നത്. He heals a leper by touching to eradicate the isolation of lepers in the society. സമൂഹത്തിൽ കുഷ്ഠരോഗികൾക്കെതിരെയുള്ള അവഗണനയെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നു. In our present scenario, lots of people were affected by deadly diseases like HIV, cancer, flu and so on. നമ്മുടെ സമകാലിക സമൂഹത്തിൽ നോക്കുമ്പോൾ മാരക രോഗങ്ങളായ എയ്ഡ്സ്, ക്യാൻസർ, പകർച്ചവ്യാധികൾ ഇങ്ങനെയുള്ള അനേകരെ കാണുവാനായി സാധിക്കും. They are struggling because of their mental suffering than the physical pain. ഇവരൊക്കെ തങ്ങളുടെ ശാരീരിക വേദനയേക്കാൾ മാനസിക വേദനയിലാണ് ആയിരിക്കുന്നത്. Mostly the society isolates the people with deadly diseases. സാധാരണയായി ഈ മാരക രോഗങ്ങൾ പിടിപെട്ടവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. Not only that, the situation of children in our society is miserable. മാത്രമല്ല ഇന്ന് സമൂഹത്തിൽ കുട്ടികളുടെ അവസ്ഥയും വളരെ ദുരിതപൂർണ്ണമാണ്. The innocent birds were ruthlessly exploited by some brutes. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പോലും മൃഗീയന്മാരാൽ നിഷ്കരണം, ചൂഷണം ചെയ്യപ്പെടുകയാണ്. Children were trafficked and trapped for stealing of organs and prostitution. ലൈംഗിക പീഡനത്തിനും അവയവ മോഷണത്തിനും വേണ്ടി പല കുഞ്ഞുങ്ങളെയും ചൂഷണം ചെയ്യുന്നു. Some children were addicted to bad habits which leads to the societal depletion.
collision. ചില കുട്ടികൾ ദുർസ്വഭാവത്തിൽ ഏർപ്പെടുകയും അത് സാമൂഹിക അധപ്പതനത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. They are longing for the deliverance from their harassment. അവരുടെ പീഡനത്തിൽ നിന്നും രക്ഷയ്ക്കായി അവർ വാഞ്ചിക്കുകയാണ്. Here we have to be the healing aid for them in their life to bring peace to them. ഈ അവസരത്തിൽ അവരുടെ ജീവിതത്തിൽ സമാധാനത്തെ കൈമാറുന്ന സൗഖ്യദായകരായി തീരണം നമ്മൾ. Makes them to understand God in us and be confident to face any situation. ഇത് ദൈവം നമ്മളിലുണ്ടെന്നും ഏത് സാഹചര്യത്തെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതായ ആത്മധൈര്യത്തെയാണ് നാം കൈമാറുന്നത്. Let us try to heal those who are harassed. അതുകൊണ്ട് പീഡിതരെ സൗഖ്യമാക്കുവാൻ നാം ശ്രമിക്കുക. The second attitude is രണ്ടാമത്തെ മനോഭാവം എന്നത് Christ cares the prostrator. ക്രിസ്തു നിസ്സഹായകരെ കരുതുന്നു. Christ cares the prostrator. ക്രിസ്തു നിസ്സഹായകരെ കരുതുന്നു. Verse 36 gives another idea that people were scattered. 36 വാക്യത്തിൽ കാണുന്ന മറ്റൊരു ചിന്തയാണ് യേശു ജനങ്ങളെ ചിഹ്നവരായി കണ്ടു. Here the Greek word used for scattered is ripto. ഇവിടെ ചിഹ്നവർ എന്നതിന്റെ യവനായ പദം റിപ്റ്റോ എന്ന പദമാണ്. The word scattered doesn't mean the dispersion, rather the prostration or collapse. ഇവിടെ ചിഹ്നവർ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ചിതറിക്കപ്പെട്ട ഒരു അവസ്ഥയല്ല കാണിക്കുന്നത്, മറിച്ച് ക്ഷീണിതരായവർ പീഡിതരായവർ എന്നിങ്ങനെയാണ്. Here Matthew portrays the crowd as helpless sheep casted down and lying passive on the ground without having the sense what to do in their need. ഇവിടെ മത്തായി വരച്ചു കാട്ടുന്നത് ജനങ്ങൾ തങ്ങളുടെ ആവശ്യകതകൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിലത്ത് വീണ് കിടക്കുന്ന ആടുകളെ പോലെയാണ് ആയിരിക്കുന്നു എന്നാണ്. Graphic terms picture the negative impact of the Jewish leaders. ഈ ചിത്രീകരണത്തിലൂടെ യഹൂദ നേതാക്കന്മാരുടെ നിഷേധാത്മകമായ അവസ്ഥയാണ് കാണിക്കുന്നത്. By adding many external conditions, they bend and pervert God's law and place the Jews under the yoke of slavery. അവർ വൈദേശികമായ വ്യവസ്ഥകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ന്യായപ്രമാണത്തെ വളച്ചൊടിക്കുകയും യഹൂദ ജനങ്ങളെ അടിമനുഖത്തിലാക്കുകയും ചെയ്തു. The scribes and Pharisees brought a woman as the culprit of adultery to Jesus. പരീശന്മാരും ശാസ്ത്രിമാരും ഒരു സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. Jesus did not condemn her because they partially followed the law by not bringing the adulterer. എന്നാൽ വ്യഭിചാരകനെ മുന്നിൽ കൊണ്ടുവരാതെ ന്യായപ്രമാണം ഭാഗികമായി നിവർത്തിച്ചതുകൊണ്ട് യേശു അവളെ കുറ്റം വിധിച്ചില്ല. Law is to save the people, not to destroy them. ന്യായപ്രമാണം ജനങ്ങളെ നശിക്കുവാനല്ല മറിച്ച് രക്ഷിക്കുവാനത്രേ. In the same way, he made a conversation with Samaritan woman who was the outcast to Jews and has immoral life. അതുപോലെ തന്നെ അധാർമികതയിൽ ജീവിച്ച യഹൂദന്മാരാൽ തള്ളപ്പെട്ട ശമരിയക്കാരി സ്ത്രീയോടും യേശു സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. These people were in a state of prostration, but Jesus cares them by giving another chance which transforms their life. ഇവരുടെയൊക്കെ നിസ്സഹായ അവസ്ഥ ഇവിടെ വളരെ വ്യക്തമാണ്. എന്നാൽ യേശു അവർക്ക് മറ്റൊരു അവസരം നൽകി അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന് കാരണമാക്കി തീർത്തു. The parable of workers in the vineyard gives the message to care the need of the people, not to see what they deserve. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരന്റെ ഉപമയിലൂടെ കൈമാറുന്ന സന്ദേശം എന്നത് ജനങ്ങളുടെ അർഹതയേക്കാൾ അവരുടെ ആവശ്യകതയാണ് നാം നിറവേറ്റേണ്ടത്. The landowner gives the wages to the laborers hired at 11th hour more than they deserve. വീട്ടുടമസ്ഥൻ 11-ാം മണി നേരത്ത് വന്ന വേലക്കാരന് കൂലി കൊടുക്കുമ്പോൾ അത് അവന്റെ അർഹതയേക്കാൾ വിലയേറിയതായിരുന്നു. In our society, some people were exploiting the nature by quarries, pollution and deforestation and so on for their personal benefit. എന്നാൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി പ്രകൃതിയെ ഖനനം, മലിനീകരണം, വനനശീകരണം എന്നിവയിലൂടെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. Recently, flood and disaster in Kerala is to be understood in this context. ഈ സാഹചര്യത്തിൽ ഈ അടുത്ത സമയത്തുണ്ടായ കേരളത്തിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണല്ലോ. It caused a severe destruction in our society and scattered the people. ഇത് അനേക നാശങ്ങൾക്കും ജനങ്ങളെ ചിഹ്നിക്കുന്നതിനും കാരണമായി തീർന്നു. And also the youth community, they are suffers by unemployment despite the education. അത് മാത്രമല്ല വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സമൂഹത്തിൽ അതിനൊത്തവണ്ണ ജോലി ലഭിക്കാത്ത അനേക യുവസമൂഹങ്ങളെ കാണുവാൻ സാധിക്കും. By these they were collapsed and prostrated. ഇതുപോലെ ജനങ്ങൾ തകർന്നവരും നിസ്സഹായ അവസ്ഥയിലുമാണ് ആയിരിക്കുന്നത്. They are in dire need for the care of us. നമ്മുടെ പരിപാലനത്തിന്റെ തീവ്രമായ ആവശ്യകതയിലാണ് അവർ ആയിരിക്കുന്നത്. Are we ready to care those as Jesus did? യേശു ചെയ്തതുപോലെ ഇങ്ങനെയുള്ളവരെ കരുതുവാൻ നമുക്ക് സാധിക്കുമോ? There is need for us to make an attempt to uplift the people from bad conditions. അതുകൊണ്ട് ദുരിതാവസ്ഥയിൽ നിന്നുള്ള ജനങ്ങളെ ഉയർത്തേണ്ടതിന്റെ ആവശ്യകത നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട്. Let us try to care those who are prostrated. അതുകൊണ്ട് നമുക്കും നിസ്സഹായവരെ കരുതാം. We are living in a selfish and corrupted world. നാം ഇന്ന് ജീവിക്കുന്നത് സ്വാർത്ഥതയും കലുഷിതയും നിറഞ്ഞൊരു ലോകത്തിലാണ്. For the sake of selfishness, people exploit the life of others. കേവലം സ്വാർത്ഥതയുടെ പേരിൽ ജനങ്ങൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു. Economic policies favors elites and corruption crushes the commoners. സാമ്പത്തിക വ്യവസ്ഥകൾ സമ്പന്നർക്ക് അനുകൂലമായും അഴിമതി സാധാരണക്കാരനെ ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. Now Me Too campaign is getting momentum in our country. It is a reaction of the victims. ഇന്ന് മീ ടു പോലെയുള്ളതായ സമരഘട്ടങ്ങൾ രാജ്യത്ത് ഗതിമുറുക്കുമ്പോൾ ഇത് സാധാരണക്കാരന്റെ പ്രതികരണമായിട്ടാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കേണ്ടത്. Technological development separate us from others. സാങ്കേതിക വിദ്യയുടെ പുരോഗതികൾ മനുഷ്യനെ മനുഷ്യനിൽ നിന്നും അകറ്റുന്നു. We know D'Souza in France, but we don't know Devaraj next to our door. ഫ്രാൻസിലുള്ള ഡിസൂസയെ നമുക്കറിയാം, പക്ഷേ നമ്മുടെ വാതിലിന്റെ തൊട്ടു മുൻപിലുള്ള ദേവരാജയെ നമ്മൾ അറിയപ്പെടുന്നില്ല. If a person met with an accident, instead of giving medication, we are taking selfie and posting as an amazing accident click. ഒരു വ്യക്തി അപകടത്തിൽപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന പരിചരണം നൽകേണ്ടതിന് പകരം അദ്ദേഹത്തോടൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമാണ് ഇന്ന് നാം ചെയ്യുന്നത്. Now people are not living for the life, rather they are living for the likes. ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് ലൈഫിന് വേണ്ടിയല്ല, മറിച്ച് ലൈക്കുകൾക്ക് വേണ്ടി അത്രേ. In this scenario, God has appointed as the shepherd of his flock. ഈ സാഹചര്യത്തിൽ ദൈവം നമ്മളെ തന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയന്മാരായി നിയോഗിച്ചിരിക്കുകയാണ്. Some of the appointed shepherds are irresponsible like towards the flock like Jewish leaders. എന്നാൽ യഹൂദ നേതാക്കന്മാരെ പോലെ ചില നിയുക്തരായ ഇടയന്മാർ തന്റെ ആട്ടിൻകൂട്ടത്തോട് ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുകയാണ്. Standing with the privileged and efficient, neglecting the weak. അവർ പ്രഗൽഭരോടും സമർത്ഥരോടും കൂടെ നിന്നുകൊണ്ട് ബലഹീനരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. In James chapter 4 verse 17 it is given that if you are not doing good for the people, those who are worthy in the needed time, it is considered a sin. യാക്കോബ് 4:17 കാണുവാൻ സാധിക്കും, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അർഹതപ്പെട്ടവർക്ക് തക്ക സമയത്ത് നാം അത് ചെയ്യുന്നില്ല എങ്കിൽ അത് പാപമായിട്ടാണ് കണക്കിടുന്നത്. We should reflect Jesus as a whole in our life, not only through proclamation. നാം യേശുവിനെ പ്രദർശിപ്പിക്കേണ്ടത് നമ്മുടെ പ്രഖ്യാപനത്തിലൂടെ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ ആയിരിക്കണം. We heard about Hatto Raja, how he transforms from a criminal to a compassionate worker in the society. കുറ്റവാളിയിൽ നിന്നും മനസ്സലിവുള്ള സാമൂഹിക പ്രവർത്തകനായി മാറിയ ഓട്ടോ രാജയെ പറ്റി നാം കേട്ടല്ലോ. He kept Mother Teresa as his role model and started his work. മദർ തെരേസയെ തന്റെ ആദർശ മാതൃകയായി വെച്ചുകൊണ്ട് സമൂഹത്തിൽ തന്റെ പ്രവൃത്തി ആരംഭിച്ചു. Now it is not an exaggeration if we call him as the Mother Teresa of contemporary India. എന്നാൽ ഇന്ന് അദ്ദേഹത്തെ സമകാലിക ഭാരതത്തിന്റെ മദർ തെരേസ എന്ന് വിളിക്കുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. Dear people of God, this is the time to not to wait for Mother Teresa from foreign land. We have to act in that place. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവമക്കളായ നിങ്ങൾ ഇനി വിദേശ മണ്ണിൽ നിന്ന് ഒരു മദർ തെരേസയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ സ്ഥാനത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ. Our fame and wealth will not give meaning in our life. നമ്മുടെ പേരോ പെരുമയോ നമ്മുടെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയില്ല. Only the memories yearned by love will follow and accompany us. സ്നേഹത്തിൽ സ്വായത്തമാക്കിയ സ്മരണകൾ മാത്രമായിരിക്കും നമുക്ക് തുണയായി പോരുന്നത്. We have to appreciate our fisher folks and volunteers. They are care the people those who are affected in flood. പ്രളയ സമയത്ത് ജനങ്ങളെ സംരക്ഷിച്ച സന്നദ്ധ പ്രവർത്തകരെയും മത്സ്യത്തൊഴിലാളികളെ നാം ഈ സമയത്ത് അനുമോദിക്കണം. We should reflect the same attitude in such situations. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതേ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത്. Joseph's life, cupbearer forgets Joseph when he gets back his old position. യോസേഫിന്റെ ജീവിതത്തിലെ നോക്കുമ്പോൾ പാനപാത്രവാഹകന് തന്റെ പഴയ സ്ഥാനം ലഭിച്ചപ്പോൾ താൻ യോസേഫിനെ മറക്കുവാനിടയായി തീർന്നു. But he got a chance to correct himself. എന്നാൽ തനിക്ക് തന്നെ തിരുത്തുവാൻ ഒരു അവസരം ലഭിച്ചിരുന്നു. We are not sure about another chance. എന്നാൽ നമുക്കും ഇതുപോലെ ഒരു അവസരം ലഭിക്കുമോ എന്നതിൽ യാതൊരു നിശ്ചയവുമില്ല. This is the time for us to remember and accomplish the things which we ought to do. നമ്മൾ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നതും അത് വിചിന്തനം ചെയ്യുകയും സഫലമാക്കുകയും ചെയ്യേണ്ടുന്ന സമയമാണിത്. The young lad small contribution of 5 fishes, 5 loaves and 2 fish fed many. ബാലകന്റെ കയ്യിൽ ശേഷിച്ചിരുന്ന 5 അപ്പവും 2 മീനും അനേകായിരങ്ങളെ പോഷിപ്പിക്കുന്നതിന് കാരണമായി തീർന്നു. Each person has some elements to contribute for the welfare of the society. അതുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഓരോ വ്യക്തികളിലും ഓരോ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. In Kottayam, a person called Thomas started an organization called Navajeevan in 1967. 1967 കോട്ടയത്ത് തോമസ് എന്നൊരു വ്യക്തി നവജീവൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. Now he is providing food for about 1200 patients by spending 7,000 to 10,000 rupees per day. ഇന്ന് അദ്ദേഹം 7,000 മുതൽ 10,000 രൂപ ചിലവിൽ 1,200 പരം രോഗികൾക്ക് താൻ ഭക്ഷണം നൽകി വരുന്നു. God has given only one life to live. ദൈവം നമുക്ക് ജീവിക്കുവാൻ ഒരേ ഒരു ജീവിതമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. Our life is not like the video games to resume with another life. വീഡിയോ ഗെയിമുകളിൽ ലഭിക്കുന്ന ലൈഫുകൾ പോലെ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതല്ല നമ്മുടെ ജീവിതം. So let us try to bring the meaning in our life by being compassionate to others despite the color, caste, religion and culture. അതുകൊണ്ട് ജാതിയുടെ മതത്തിന്റെ സംസ്കാരത്തിന്റെ വർണ്ണവിവേചനങ്ങളെയും ചങ്ങലകളെ ഭേദിച്ചുകൊണ്ട് സഹജീവികളോട് മനസ്സലിവുള്ളവരായി തീരണം നമ്മൾ. If a person walks in the wilderness, he will be exhausted and dispirited. ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ അധൈര്യപ്പെട്ടവനും അവൻ ക്ഷീണിതനുമായിരിക്കും. When he finds an oasis in the mist, he forgets all his pain. എന്നാൽ അതിന്റെ നടുവിൽ ഒരു മരുപ്പച്ച കാണുമ്പോൾ അവന്റെ വേദനയെല്ലാം അവൻ മറക്കുവാനിടയായി തീരും. Like an oasis in the wilderness, be the bliss to the helpless. അതുകൊണ്ട് മരുഭൂമിയിലെ മരുപ്പച്ച പോലെ നിസ്സഹായകർക്ക് നിർവൃതി നൽകുന്നവരായി തീരുക. Like an oasis in the wilderness, be the bliss to the helpless. അതുകൊണ്ട് മരുഭൂമിയിലെ മരുപ്പച്ച പോലെ നിസ്സഹായകർക്ക് നിർവൃതി നൽകുന്നവരായി തീരുക. Today we hear about Jesus Christ, the compassionate shepherd for the people. നാം ഇന്ന് കേൾക്കുവാനിടയായി തീർന്നല്ലോ ക്രിസ്തു ജനങ്ങളുടെ മനസ്സിൽ ഇടയനാകുന്നു He എന്ന്. has the attitude of healing the harassed and carrying the prostrated. പീഡിതരെ സൗഖ്യമാക്കുകയും
പ്രാർത്ഥിക്കുകയും നിസ്സഹായരെ കരുതുകയും ചെയ്യുന്ന മനോഭാവമാണ് യേശുവിനുള്ളത്. Hence I urge you all, especially the graduates, as the shepherds of God's flock. അതുകൊണ്ട് ദൈവത്തിന്റെ ആട്ടിൻകൂട്ടങ്ങളായ നിങ്ങളോട് പ്രത്യേകിച്ച് ബിരുദധാരികളോട് ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. We should have a compassion heart like Jesus to aid others. യേശുവിനെ പോലെ മനസ്സലിവുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. It will give us a real happiness and joy in Christ and help us to transform the society. ഇത് ക്രിസ്തുയേശുവിൽ നമുക്ക് യഥാർത്ഥമായ സന്തോഷവും ആനന്ദം പകരുകയും സമൂഹത്തിലെ രൂപാന്തരത്തിന് കാരണമായി തീരുകയും ചെയ്യും. Moving with compassion is the fulfillment of loyalty in relationship, which is the real spirituality. മനസ്സലിവോടെ മുന്നേറുക എന്നുള്ളത് വിശ്വസനീയമായ ബന്ധങ്ങളുടെ പൂർത്തീകരണമാണ്. ഇത് തന്നെയാണ് യഥാർത്ഥ ആത്മീയതയും. Compassion of Jesus moved William Carey to become the father of modern Bengal. യേശുവിന്റെ മനസ്സലിവ് വില്യം കേറിയിലൂടെ ചലിച്ചപ്പോൾ ആധുനിക ബംഗാളിന്റെ പിതാവായി അദ്ദേഹത്തെ അറിയപ്പെട്ടു. Agnes Gongse as Mother Teresa. ആഗ്നസ് ഗോൺസെ മദർ തെരേസയായി അറിയപ്പെട്ടതുപോലെ David Livingstone as the missionary for African tribes. ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ ദൗത്യവാഹകനായി ഡേവിഡ് ലിവിങ്സ്റ്റൺ അറിയപ്പെട്ടതുപോലെ. Dear people of God, let us take a decision today. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു തീരുമാനമെടുക്കാം. Are we going to be stagnant like Jewish leaders? യഹൂദ നേതാക്കന്മാരെ പോലെ മന്ദഗതിയിലായിരിക്കുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? Otherwise, are we going to serve like Christ, the compassionate shepherd? അതല്ല, മനസ്സലിവുള്ള ഇടയനായ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ സഹായിക്കുവാൻ നാം തയ്യാറാണോ? Let us try to be hope for the hopeless. അതുകൊണ്ട് പ്രത്യാശയറ്റവർക്ക് പ്രത്യാശ നൽകുക, Help for the helpless. നിസ്സഹായർക്ക് സഹായമാവുക, Voice for the voiceless. നിശബ്ദർക്ക് ശബ്ദമാവുക, Glass for the scattered. ചിതറിയവർക്ക് സ്വാതന്ത്ര്യമാവുക, Healing for the harassed. പീഡിതർക്ക് ആലംബമാവുക, And caring for the prostrate. ക്ഷീണിതർക്ക് അഭയമായി തീരുക. Mother Teresa once said like this: മദർ തെരേസ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, Be the living expression of God's kindness. ദൈവിക കരുണയുടെ ജീവിക്കുന്ന പ്രകാശനമായി തീരുക. Kindness in your face, നിങ്ങളുടെ മുഖത്ത് കരുണയുണ്ടാകട്ടെ, kindness in your eyes, നിങ്ങളുടെ കണ്ണുകളിൽ കരുണയുണ്ടാകട്ടെ, and kindness in your smile. നിങ്ങളുടെ പുഞ്ചിരിയിൽ കരുണയുണ്ടാകട്ടെ. Let the people see compassion of Christ in us. നമ്മളിലെ ക്രിസ്തുവിന്റെ മനസ്സലിവ് ജനങ്ങൾ തിരിച്ചറിയട്ടെ. Let us move with compassion like a shepherd to help the needy people. ജനങ്ങളുടെ ആവശ്യകതയിൽ സഹായിക്കുന്ന ഇടയനെ പോലെ, നല്ല ഇടയനായ യേശുവിനെ പോലെ മനസ്സലിവുള്ളവരായി തീരുക നമ്മൾ. May God bless you all through this word. ഈ വചനങ്ങളെ ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Amen, amen, amen. കരങ്ങളെ തട്ടി appreciate. What a wonderful message. What a powerful message. What a powerful translation. Wonderful. He is one of our graduates. This is graduating out from Tamil Nadu. You have a very proud parents here this morning. His father and mother is here. Would you please stand up? You should be very happy. Brother also there. Brother also stand. Maybe who knows, he will come here next year. By listening this message, he will come here next year. Who knows? Wonderful. He's a bishop. Thank you. You have a proud son. We're happy. Even I remember the day you brought him when I was standing in Ayur. We met in Ayur Junction. God bless you. Please be seated. We are going to have a special song by our graduating students. They will stand up and go to sing a song. Jerem John Singh A. Best in worship and sermon in the year of 2018 and 19. Master of Divinity, Brother Jerem John Singh.